بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين، ما بعد. قال شيخ الإسلام محمد بن عبد الوهاب رحمه الله في كتاب التوحيد: باب تفسير التوحيد وشهادة أن لا إله إلا الله. باب تفسير التوحيد وشهادة أن لا إله إلا الله. وقول الله تعالى: أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب ويرجون رحمته ويخافون عذابه إن عذاب ربك كان محظورا. തൗഹീദിന്റെ തഫ്സീറുമായി ബന്ധപ്പെട്ട ബാബ്, അതുപോലെ ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ തഫ്സീർ. തഫ്സീർ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അൽ-ഇളാഹ് എന്നാണ് അർത്ഥം. ഒരു കാര്യത്തിന് കൂടുതൽ വ്യക്തത വരുത്തുന്നതാണ് തഫ്സീർ. വഖൗലുല്ലാഹി തആല: ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല. അവര് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ആരെയാണോ, യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അവർ തന്നെ തങ്ങളുടെ റബ്ബിങ്കലേക്ക് വസീല തേടുന്നവരാണ്. അയ്യുഹും അഖ്റബ്, തങ്ങളുടെ റബ്ബിലേക്ക് സാമീപ്യം തേടിക്കൊണ്ടിരിക്കുന്നവരാണവർ. വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു, അവർ അവന്റെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നവരും അവന്റെ അദാബിനെ ഭയപ്പെടുന്നവരുമാണ്. ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ, തീർച്ചയായും നിന്റെ റബ്ബിന്റെ ശിക്ഷ, അദാബ് ഭയപ്പെടേണ്ടതാണ്. ഈ ബാബിൽ ഷെയ്ഖ് റഹ്മഹുള്ള പറയുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ല ഏത് കാര്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഈ കിതാബ് എഴുതിയിട്ടുള്ളത്, എന്തുദ്ദേശത്തിലാണ് കിതാബ് എഴുതിയിട്ടുള്ളത്, അതിന്റെ തഫ്സീറായിക്കൊണ്ടാണ് അദ്ദേഹം ഈ ബാബ് എഴുതിയിട്ടുള്ളത്. ഈ കിതാബിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽപ്പെട്ട സംഗതി എന്താണ്? തൗഹീദിനെ വ്യക്തമാക്കുക, തൗഹീദിനെ തഫ്സീർ ചെയ്യുക. ആ ഒരു കാര്യത്തെ വ്യക്തമാക്കുന്നതാണ് ഈ ബാബ്. എന്താണ് ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ മഅന, അതിന്റെ അർത്ഥം എന്താണ്? തൗഹീദ് എന്നാൽ എന്താണ്? അപ്പൊ അതിലുമായി ബന്ധപ്പെട്ട ഒരുപാട് തെളിവുകൾ ആയത്തുകളായും ഹദീസുകളായും ഈ ബാബിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ ആയത്തുകളും അതുപോലെ ഹദീസും പ്രത്യേകം പ്രത്യേകം ബാബായിക്കൊണ്ട് പിന്നീട് വരും ഇൻഷാ അല്ലാഹ്. ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ. ഈ ആയത്ത് ഇറങ്ങാനുണ്ടായിട്ടുള്ള ഒരു സബബ് എന്താണെന്ന് സംബന്ധിച്ച് ഇമാം മുഖ്ബിൽ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ അസ്ബാബുൻ നുസൂൽ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. قال رحمه الله جاء في حديث ابن مسعود رضي الله تعالى عنه قال أن أناسا كانوا يعبدون أناسا من الجن. മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളിൽപ്പെട്ട ചിലരെ ഇബാദത്ത് ചെയ്തിരുന്നു. فأسلم أولئك الجن ولا زال الإنس يعبدونه فأنزل الله هذه الآية. അങ്ങനെ ഇവര് ആരെയാണോ ഇബാദത്ത് ചെയ്തിരുന്നത് ആ ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചു. പക്ഷെ ഇതറിയാതെ അവരെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ആ ഇബാദത്ത് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഘട്ടത്തിലാണ് ഈ ആയത്ത് ഇറക്കിയത്. അതായത് നിങ്ങൾ ആരെയാണോ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ തന്നെ അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുന്നതിന് വസീല തേടുന്നവരാണ്. വസീല തേടുന്നവരാണ് അവർ. അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നവരും അവന്റെ അദാബിന് ഭയപ്പെടുന്നവരുമാണ്. إذن من تفسير التوحيد في هذه الآية أن الدعاء عبادة. أراد بهذه الآية أن الدعاء عبادة.
ഈ ആയത്ത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ള എന്താണ്? ദുആ എന്ന് പറയുന്നത് ഇബാദത്താണ്. ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല. ദുആ എന്ന് പറയുന്നത് ഇബാദത്താണ്. അതാണ് ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം. وقال رحمه الله وقوله وإذ قال إبراهيم لأبيه وقومه إنني براء مما تعبدون إلا الذي فطرني فإنه سيهدين. طيب അതിനു മുമ്പ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ വസീല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു കാര്യത്തിന്റെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന്റെ സബബാണ് വസീല. ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സബബ്, ഒരു വ്യക്തിയെ അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന മാർഗം അല്ലെങ്കിൽ കാരണം, അതിനാണ് വസീല എന്ന് പറയാം. ഇവിടെ വസീല എന്നുകൊണ്ട് ഉദ്ദേശം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വസീല തേടുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തആലയിലേക്ക് ത്വഅത്ത് ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത്, അള്ളാഹുവിനോട് ത്വഅത്ത് കാണിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുക. അതാണ് ഇവിടെ വസീല കൊണ്ട് ഉദ്ദേശം. വസീല എന്ന് പറഞ്ഞ എത്ര തരത്തിലുണ്ട്? അല്ലെങ്കിൽ വാസിത്ത നവാഖുൽ ഇസ്ലാമിന്റെ ദർസിൽ പറഞ്ഞിട്ടുള്ളതാണ്. വാസിത്ത എന്നുള്ളത് എത്ര തരത്തിലാണ്? കുഫറായിട്ടുള്ള വാസിത്ത ഉണ്ട്, അതുപോലെ വാജിബായിട്ടുള്ളതുണ്ട്. കുഫറായ വാസിത്ത എന്ന് പറഞ്ഞാൽ ആരാണോ അതിനെ നിഷേധിച്ചത്, ആ വാസിത്തയെ നിഷേധിച്ചിട്ടുള്ളത്, അവൻ കാഫിറായിത്തീരും. മറ്റേത് ആരാണോ ആ വാസിത്തയെ, ഈ മധ്യസ്ഥം അല്ലെങ്കിൽ ഇടയാളന്മാരെ വെക്കുന്നത്, അതിനെ ആരാണോ അംഗീകരിച്ചത്, ആരാണോ ആ വാസിത്തയെ നിഷേധിച്ചത്, അവൻ കാഫിറായിത്തീരും, അത് കുഫറായിത്തീരും. ഇനി ആരാണോ ഒരു വാസിത്തയെ അംഗീകരിച്ചത്, അത് കുഫറായിത്തീരും. അങ്ങനെ രണ്ടു തരത്തിലാണ് വാസിത്ത ഉള്ളത്. ഒന്ന് നിർബന്ധമായിട്ടുള്ള വാസിത്തയാണ്, അതില്ലാതെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീന് അവന് സ്വീകരിക്കാൻ സാധിക്കുന്നതല്ല. രണ്ടാമത്തത് വാസിത്ത ഇസ്ലാം നിന്ന് പുറത്തു പോകുന്ന തരത്തിലുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് രണ്ടു തരത്തിലുള്ള വാസിത്തകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വഹുനാക വാസിത്ത മൻ ജഹദഹ ഫഖദ് കഫർ. ഒന്നാമത്തെ ഇനം വാസിത്ത, മധ്യസ്ഥന്മാർ. ആരാണോ അതിനെ നിഷേധിച്ചത് അവൻ കാഫിറായി. രണ്ടാമത്തത് ആരാണോ ആ വാസിത്തയെ അംഗീകരിച്ചത് അവൻ കാഫിറായി. അമ്മൽ വാസിത്ത അല്ലത്തി മൻ ജഹദഹ ഫഖദ് കഫർ ഹിയ ഹുമുർ റുസുൽ. അതായത് മധ്യസ്ഥന്മാരെ നിഷേധിച്ചാൽ കാഫിറായി തീരുന്നത് ഏതാണ്? പ്രവാചകന്മാർ അല്ലെങ്കിൽ റസൂലുമാരായിട്ടുള്ള മധ്യസ്ഥന്മാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കും അവന്റെ അടിമക്കുമിടയിൽ അള്ളാഹുവിന്റെ റിസാലത്തിനെ തബ്ലീഗ് ചെയ്യാൻ, അള്ളാഹുവിന്റെ റിസാലത്തിനെ എത്തിക്കുന്നതിനുള്ള മധ്യസ്ഥന്മാരാണ്, വാസിത്തകളാണ് റസൂലുമാർ. ആരാണോ ആ വാസിത്തയെ, ആ മധ്യസ്ഥന്മാരെ നിഷേധിച്ചത്, അവൻ കാഫിറായി. അവൻ പ്രവാചകന്മാരെയാണ് അവൻ നിഷേധിക്കുന്നത്, അവൻ കാഫിറായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റിസാലത്ത്, അള്ളാഹുവിന്റെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ വിരോധനങ്ങൾ, അത് ജനങ്ങളിലേക്ക്, അള്ളാഹുവിന്റെ അടിമകളിലേക്ക് എത്തിക്കാൻ അള്ളാഹുവിനും അവന്റെ അടിമകൾക്കും ഇടയിലുള്ള വാസിത്തയാണ് ആര്? അമ്പിയാക്കൾ. ആരാണ് ആ വാസിത്തയെ നിഷേധിച്ചത്, അവൻ കാഫിറായി. ലിഅന്നഹു ജഹദ റിസാലത്ത റുസുൽ. കാരണം അവിടെ പ്രവാചകന്മാരുടെ റിസാലത്തിനെ ആണ് അവൻ നിഷേധിക്കുന്നത്, പ്രവാചകന്മാരുടെ റിസാലത്തിനെയാണ് അവൻ നിഷേധിക്കുന്നത്. ഈ രണ്ടാമത്തെ വാസിത്ത അമ്മൽ വാസിത്ത മൻ അഖറ ബിഹാ ഫഖദ് കഫർ. രണ്ടാമത്തിനും വാസിത്ത, ആ വാസിത്തയെ ആരാണോ അംഗീകരിക്കുന്നത് അവൻ കാഫിറായി തീരും. അതേതാണ്? യൻ യജഅല ഇൻസാൻ ബൈനഹു വ ബൈനല്ലാഹ് വാസിത ഫീ തബ്ലീഗി ഹവായിജിഹി വ റഫി ദുആഇ. അതായത് ഒരു അടിമക്കും അല്ലാഹു തആലക്കും ഇടയിൽ അവന്റെ ആവശ്യങ്ങൾ അല്ലാഹുവിലേക്ക് എത്തിക്കാനും അവന്റെ കാര്യങ്ങൾ, അവന്റെ ദുആ അല്ലാഹുവിലേക്ക് ഉയർത്താനും വേണ്ടി മധ്യസ്ഥന്മാരെ വെക്കുക. ആ തരത്തിലുള്ള വാസിത്തയെ ആരംഗീകരിച്ചുവോ അവൻ കാഫിറായി. അള്ളാഹുവിന്റെ അടിമകളുടെ ആവശ്യങ്ങളും അവരുടെ വേവലാതികളും അവരുടെ ദുആ ഇതെല്ലാം അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതിന് അവനും അള്ളാഹുവിനിടയിൽ മധ്യസ്ഥന്മാരെ സ്ഥാപിക്കുന്ന ആ തരത്തിലുള്ള വാസിത്ത ആരംഗീകരിച്ചുവോ അവൻ കാഫിറായി. ഇങ്ങനെ രണ്ടു തരത്തിലാണ് വാസിത്ത.
وقوله وإذ قال إبراهيم لأبيه وقومه إنني براء مما تعبدون إلا الذي فطرني فإنه سيهدين. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പിതാവിനോടും അദ്ദേഹത്തിന്റെ ഖൗമിനോടും ഇപ്രകാരം പറഞ്ഞ സന്ദർഭം, ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തിനെയാണോ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഞാൻ ബരിയാണ്, മുക്തനാണ്, അതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞവനാണ്. ഇല്ലല്ലദീ ഫതറനി, ആരുടെ കാര്യത്തിലൊഴിച്ച്, എന്നെ സൃഷ്ടിച്ചവനായിട്ടുള്ളവന്റെ കാര്യത്തിലൊഴിച്ച്. ഫഇന്നഹു സയഹ്ദീൻ, തീർച്ചയായും അവൻ എനിക്ക് ഹിദായത്ത് നൽകുന്നതാണ്. അറാദ ഫീ ഹാദിഹിൽ ആയ അംറൈൻ, രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്ത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് ഷെയ്ഖ് റഹ്മഹുല്ലാ. ഒന്നാമത്തേത് അൽ അംറുൽ അവ്വൽ അൽ ബറാഅത്തു മിനശ്ശിർക്കി വഅഹ്ലി, അൽ ബറാഅത്തു മിനശ്ശിർക്കി വഅഹ്ലി. إذ قال إبراهيم لأبيه وقومه إنني براء مما تعبدون البراء من الشرك وأهله, ഷിർക്കിൽ നിന്നും ഷിർക്കിന്റെ ആളുകളിൽ നിന്നുമുള്ള ബറാഅത്ത്. وهذا معنى التوحيد, അതാണ് തൗഹീദിന്റെ മഅന. أنك تتبرأ من الشرك وأهله, ഷിർക്കിൽ നിന്നും ഷിർക്കിന്റെ അഹ്ലുകാരിൽ നിന്നും നീ ബറാഅത്ത് പ്രഖ്യാപിക്കുക, ബരിയാകുക. ഇതാണ് മഅന തൗഹീദ്, തൗഹീദിന്റെ മഅന. അൽ അംറു സാനി, രണ്ടാമത്തെ കാര്യം അൽ ഇബാദത്തു ഇദാ കാനത് ലില്ലാഹി വമഅഹു ഗൈറുഹു ഫഇന്നഹാ ശിർക്കുൻ. ഇബാദത്ത് അല്ലാഹു തആലക്ക് വേണ്ടി അവൻ ചെയ്യുന്നതോടുകൂടി അതിന്റെ കൂടെ അല്ലാഹു അല്ലാത്തവർക്കും അവൻ ഇബാദത്ത് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ശിർക്കാണ്. ഇല്ലല്ലദീ ഫതറനി ഫഇന്നഹു സയഹ്ദി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ് ഒരുപാട് ഇലാഹുകളെ ഇബാദത്ത് ചെയ്തിരുന്നു. ഒരുപാട് ഇലാഹുകളെ അള്ളാഹുവിന് പുറമെ അവർ ഇബാദത്ത് ചെയ്തിരുന്നു. അതോടൊപ്പം അവർ അള്ളാഹുവിനെയും ഇബാദത്ത് ചെയ്തിരുന്നു. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്നു, അള്ളാഹുവിന് പുറമെ മറ്റു ഇലാഹുകളെയും ഇബാദത്ത് ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പറഞ്ഞത്, ഇല്ലല്ലദീ ഫതറനി ഇല്ലല്ലദീ ഖലഖനി, എന്നെ സൃഷ്ടിച്ചവനായിട്ടുള്ളവരിൽ നിന്നൊഴികെ ഞാൻ എന്തല്ല, ആ കാര്യത്തിൽ ഞാൻ നിങ്ങളിൽ നിന്ന് ബരിയല്ല. നേരെ മറിച്ച് അള്ളാഹു അല്ലാത്ത, എന്നെ സൃഷ്ടിച്ചവനല്ലാത്ത ഇലാഹുകളെ നിങ്ങൾ ആരാധിക്കുന്നു, ആ ഇലാഹുകളിൽ നിന്നല്ല ഞാൻ എന്താണ്? ബരിയാണ്. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ് അള്ളാഹു തആലയെ ഇബാദത്ത് ചെയ്തിരുന്നു, അതിന്റെ കൂടെ അള്ളാഹു അല്ലാത്തവരെയും ഇബാദത്ത് ചെയ്തിരുന്നു. യഖൂലു ഇബ്രാഹിം ഇന്നനി ബറാഉൻ മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫതറനി ഐ ഇല്ലല്ലദീ ഖലഖനി ഐ അൻതും തഅബുദൂന ആലിഹതൻ കസീറ, നിങ്ങൾ ഒരുപാട് ഇലാഹുകളെ ഇബാദത്ത് ചെയ്യുന്നു. മിൻഹ അല്ലാഹു അസ്സ വജൽ, അതിൽപ്പെട്ട ഇലാഹാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ഫഅന ബറാഉ മിൻ കുല്ലി മാ തഅബുദൂന ഇല്ലല്ലദീ ഫതറനി, അപ്പോൾ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന എല്ലാ ഇലാഹുകളിൽ നിന്നും ഞാൻ ബരിയാണ്. ആരൊഴിച്ച്? എന്നെ സൃഷ്ടിച്ചവനായിട്ടുള്ള അള്ളാഹുവിനെ ഒഴിച്ച്. ഖലഖനി എന്നാണ് അർത്ഥം. ഫതറനി, ഫതറ, ഖലഖ. ഈ ഖലഖയും ഫതറയും തമ്മിലുള്ള വ്യത്യാസം, ഫതറ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം ഇബ്തിദാഉൽ ഖൽഖ് മിൻ ഗൈരി മിസാലിൻ സാബിഖ്, മുൻപ് കഴിഞ്ഞു പോയ ഒരു മിസാലില്ലാതെ, മാതൃകയില്ലാതെ തുടക്കത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ടുള്ള സൃഷ്ടിപ്പ് നടത്തുക, അതാണ് ഫതറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഫതറയും ഖലഖയും തമ്മിലുള്ള വ്യത്യാസം. മുൻപ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രത്യേകമായ മാതൃകയില്ലാതെ പുതുതായിക്കൊണ്ട്, ഏറ്റവും ആദ്യമായിക്കൊണ്ട് സൃഷ്ടിപ്പ് തുടങ്ങുക. وقوله تعالى اتخذوا أحبارهم ورهبانهم أربابا من دون الله الآية. اتخذوا أحبارهم, അഹ്ബാർ എന്ന് പറഞ്ഞാൽ ജമു ഹബർ, വഹുവൽ ആലിം. ആലിം അല്ലെങ്കിൽ ഹബർ എന്നതിന്റെ ജമ്മാണ്, ഹബർ എന്നതിന്റെ ജമ്മാണ് അഹ്ബാർ, പണ്ഡിതന്മാര്. വറുഹ്ബാനഹും, റാഹിബ് എന്ന് വെച്ചാൽ ആബിദ്, അതിന്റെ ജമ്മാണ് റുഹ്ബാൻ. അവരുടെ പണ്ഡിതന്മാരെയും അതേപോലെ തന്നെ ആബിദീങ്ങളെയും
അർബാബൻ മിൻ ദൂനില്ല, അല്ലാഹു തആലക്ക് പുറമെ റബ്ബുകളാക്കി. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ല. أراد بهذه الآية اتخذوا أحبارهم ورهبانهم طاعة للأمراء والعلماء. طاعة الأمراء والعلماء. ഉലമാക്കളെയും ഉമറാക്കളെയും അവർ അല്ലാഹു തആലക്ക് പുറമെ അനുസരിച്ചു. طاعة الأمراء والعلماء في تحليل ما حرم الله في تحليل الحرام وتحريم الحلال عبادة لهم. അല്ലാഹു തആല ഹറാമാക്കിയിട്ടുള്ള ഒരു കാര്യത്തെ അവർക്ക് ഹലാലാക്കി കൊടുക്കുന്ന, അല്ലാഹു തആല ഹലാലാക്കിയ ഒരു കാര്യത്തെ അവർക്ക് ഹറാമാക്കുന്ന കാര്യത്തിൽ അവർ ഉലമാക്കളെയും ഉമറാക്കളെയും ഭരണാധികാരികളെയും പണ്ഡിതന്മാരെയും അവർ അനുസരിച്ചു. അവർക്കുള്ള ഇബാദത്തായിക്കൊണ്ട് ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ല. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും, റുഹ്ബാനഹും ഐ അന്നസാറ. ഇത്തഖദു ഉബ്ബാദഹും അർബാബൻ മിൻ ദൂനില്ല. അവരുടെ പുരോഹിതന്മാരെ, അവരുടെ കൂട്ടത്തിലുള്ള ആബിദീങ്ങളെ അവര് അള്ളാഹുവിന് പുറമെ റബ്ബാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയതിനെ ഹറാമാക്കുന്ന കാര്യത്തിലും ഹറാമാക്കിയതിനെ ഹലാലാക്കുന്ന കാര്യത്തിലും അവര് ഈ പറയപ്പെടുന്ന പുരോഹിതന്മാരെ അനുസരിച്ചു. فمن اتبع العلماء وقلدهم في تحليل الحرام وتحريم الحلال فقد أخل بتوحيده. ആരാണോ ഉലമാക്കളെ പിൻപറ്റുകയും അവരെ തഖ്ലീദ് ചെയ്യുകയും അന്ധമായിക്കൊണ്ട് അവരെ അനുസരിക്കുകയും ചെയ്യുന്നത്, ഏത് കാര്യത്തിൽ? ഹറാമിനെ ഹലാലാക്കുകയും ഹലാലിനെ ഹറാമാക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ ഉലമാക്കളെ പിൻപറ്റുകയും അവരെ അന്ധമായിക്കൊണ്ട് തഖ്ലീദ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണോ അവന്റെ തൗഹീദ് പൊളിഞ്ഞുപോയി. ഷിർക്കിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനത്തിലാണ് അവൻ വീണുപോയിട്ടുള്ളത്. واتخذ العلماء أو الأمراء أربابا من دون الله لأن الأمراء يطاعون رهبة. ഉലമാക്കളെയും ഉമറാക്കളെയും അള്ളാഹുവിന് പുറമെ അവർ റബ്ബുകളാക്കി. ഉമറാക്കളാണെങ്കിൽ അവരനുസരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? റഹബത്ത് കൊണ്ടാണ്. ഉമറാക്കളാണെങ്കിൽ അവരെ ഭയപ്പെട്ടുകൊണ്ടാണ് അവരനുസരിക്കുന്നത്. ഭരണാധികാരികളെ ഉമറാക്കളെ അനുസരിക്കുന്നത് അവരെ ഭയപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ സമ്പത്തിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഉമറാക്കളെ അനുസരിക്കുന്നത്, ഭരണാധികാരികളെ അനുസരിക്കുന്നത്. വൽ ഉലമാ യുതഊന റഗ്ബതൻ, ഉലമാക്കളെയാണെങ്കിൽ അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവരനുസരിക്കുന്നത്. വൽ ഉലമാ അക്സർ മാ യുതഊന റഗ്ബതൻ വമഹബ്ബതൻ ലഹു, അവരോടുള്ള മഹബ്ബത്ത് കൊണ്ടും അവരോടുള്ള ഇഷ്ടം കൊണ്ടും താല്പര്യം കൊണ്ടുമാണ് അധികവും ഉലമാക്കളെ അനുസരിക്കുന്നത്. ഇനി ഉമറാക്കളെ അനുസരിക്കുന്നതാണെങ്കിൽ ഉമറാക്കളോടുള്ള ഭയം കാരണത്താലാണ്, അവരുടെ ശിക്ഷ ഭയന്നുകൊണ്ടാണ് ഭരണാധികാരികളെ അനുസരിക്കുന്നത്. ഏത് കാര്യത്തിലാണ്? അല്ലാഹു തആല ഹറാമാക്കിയതിനെ ഹലാലാക്കുന്ന കാര്യത്തിലും ഹലാലാക്കിയതിനെ ഹറാമാക്കുന്ന കാര്യത്തിലും. فإذا أطعت وقلدت العلماء في تحليل الحرام أو تحريم الحلال فقد اتخذته من الأرباب عياذا بالله. ആ കാര്യത്തിൽ അല്ലാഹു തആല ഹലാലാക്കിയതിനെ ഹറാമാക്കുന്ന കാര്യത്തിലും ഹറാമാക്കിയതിനെ ഹലാലാക്കുന്ന കാര്യത്തിലും പണ്ഡിതന്മാരെയോ അതേപോലെ ഭരണാധികാരികളെയോ ആരെ അനുസരിച്ചുവോ അവൻ അവരെ അള്ളാഹുവിന് പുറമെ റബ്ബുകളായി സ്വീകരിച്ചു എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ അഹ്ബാറഹും എന്ന് പറഞ്ഞാൽ ഉലമാഹും എന്നർത്ഥം. ഉലമാഅഹും ലിഅന്നൽ യഹൂദ് കാന ഇൻദഹും ഉലമാ അക്സർ മിനൻ നസാറ. നസാറാക്കളുടെ അടുക്കൽ ഉള്ളതിനേക്കാളും കൂടുതൽ ഉലമാക്കൾ ഉണ്ടായിരുന്നത് യഹൂദികൾക്കാണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും. അഹ്ബാറഹും
ഐ ഉലമാഅഹും, ഉലമാഉൽ യഹൂദ്, യഹൂദികളിലെ ഉലമാക്കൾ. നസാറാക്കളുടെ അടുക്കലുള്ളത് പുരോഹിതന്മാരാണ് കൂടുതൽ, അതുകൊണ്ടാണ് റുഹ്ബാനഹും എന്ന് പറഞ്ഞിട്ടുള്ളത്. وقال رحمه الله وقوله ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ومن الناس من يتخذ من دون الله أندادا. അല്ലാഹു തആലക്ക് പുറമെ അവന് സമന്മാരെ ഉണ്ടാക്കുന്ന ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു തആലക്ക് പുറമെയുള്ളവരെ അവന് സമന്മാരാക്കുന്ന ചില ആളുകളുണ്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു? യുഹിബ്ബൂനഹും, അവരെ അവരിഷ്ടപ്പെടുന്നു. എങ്ങനെ? കഹുബ്ബില്ല, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ, അല്ലാഹു തആലയെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ അവർ അള്ളാഹുവിന് പുറമെ സമന്മാരാക്കിയിട്ടുള്ള ആളുകളെയും ഇഷ്ടപ്പെടുന്നു. വല്ലദീന ആമനു, എന്നാൽ അള്ളാഹുവിനെ വിശ്വസിച്ച മുഅ്മിനീങ്ങൾ എങ്ങനെയാണ്? അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവർക്ക് അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ കഠിനമായിട്ടുള്ള ഹുബ്ബാണ്. طيب وأراد بهذه الآية بابا من أبواب التوحيد وهو تحريم الشرك المحبة. മഹബ്ബത്തിന്റെ ഷിർക്ക്, അതിനെ ഹറാമാക്കുന്ന ബാബാണ് ഇവിടെ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹബ്ബത്ത് കൊണ്ട് അപ്പം എന്ത് സംഭവിക്കും? ഷിർക്ക് സംഭവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുന്നത് പോലെ അല്ലാഹു അല്ലാത്തവരെ ഇഷ്ടപ്പെട്ടാൽ അത് മഹബ്ബത്തിലുള്ള ഷിർക്കാണ്. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله يحبونهم كحب الله أي أنك تحب غير الله كحب الله. الله അല്ലാത്തവരെ നീ ഇഷ്ടപ്പെടുന്നു അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ. سواء كان المحب هذا عرضا أو جوهر. ഈ ഇഷ്ടപ്പെടുന്ന സംഗതി അത് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാകട്ടെ വസ്തുക്കളാകട്ടെ, കാണാൻ സാധിക്കാത്ത അല്ലാത്തതാകട്ടെ. ഉദാഹരണത്തിന് സ്വനം, ബിംബങ്ങൾ, അതുപോലെ വിഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഖബർ, അല്ലെങ്കിൽ മനുഷ്യൻ, വലി, ആലിം, അല്ലെങ്കിൽ അമീർ, അല്ലെങ്കിൽ റഈസ്, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ ഭാര്യ, മാതാപിതാക്കള്, അല്ലെങ്കിൽ ദുനിയാവ്, നമ്മുടെ ജോലി, അതേപോലെ തന്നെ ഭാര്യ, സമ്പത്ത്, നമ്മുടെ വാഹനങ്ങൾ, അത് കാറ്, ബൈക്ക്, അതുപോലെയുള്ളതെല്ലാം. ഏത് തരത്തിലുള്ള സംഗതികളാകട്ടെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത് പോലെ അല്ലാഹു അല്ലാത്ത ഈ പറയപ്പെടുന്നതും അതല്ലാത്തതിനെയും ഇഷ്ടപ്പെട്ടാൽ എന്താണ്? മഹബ്ബത്തിലുള്ള ശിർക്കാണ്. ഫൈദാ അഹ്ബബ്ത ഗൈറല്ലാഹ് കഹുബ്ബില്ലാഹ്, അല്ലാഹു അല്ലാത്തതിനെ ആരെങ്കിലും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ഇഷ്ടപ്പെട്ടാൽ ഫഖദ് ഇത്തഖദ്തഹു നിദ്ദൻ മിൻ ദൂനില്ലാഹ്, അതിനെ അവൻ അല്ലാഹുവിനോട് സമമാക്കി. അല്ലാഹുവിനെ അവൻ അതിനെ സമമാക്കി. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ഒരു വ്യക്തി അവന്റെ മാതാപിതാക്കളെ ഇഷ്ടപ്പെട്ടാൽ അവൻ തന്റെ മാതാപിതാക്കളെ അല്ലാഹുവിന് സമമാക്കി. അതെന്താണ്? ശിർക്കാണ്. അതേപോലെ തന്നെ ഒരു വ്യക്തി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അവന്റെ സമ്പത്തിനെയും ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അത് സമ്പത്തിനെ അള്ളാഹുവിന് സമമാക്കി. അതാണ് വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ. അൻദാദ് ജംഉ നിദ്, നിദ് എന്നതിന്റെ ജംആണ് അൻദാദ്. എന്നുവെച്ചാൽ അൽ മസീൽ വൻ നദീർ അഷ്ബീഹ്, സമാനമായ, സാദൃശ്യമുള്ള എന്നൊക്കെയാണ് അർത്ഥം. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അൽ മഹബ്ബത്തു അൻവാ, മഹബ്ബ എന്നുള്ളത് പല ഇനങ്ങളാണ്. അൽ മഹബ്ബ, ഒന്നാമത്തത് അൽ മഹബ്ബത്തു ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടിയുള്ള മഹബ്ബത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയുള്ള മഹബ്ബത്ത്.
എന്താണ് അതിന്റെ ഹുക്മു? വഹാദിഹി മിൻ ഔസഖ് ഉറൽ ഈമാൻ, ഈമാനിന്റെ ഏറ്റവും ശക്തമായ കെട്ടാണത്. അല്ലാഹു തആലക്ക് വേണ്ടി സ്നേഹിക്കുക, അല്ലാഹു തആലക്ക് വേണ്ടി ഒരു കാര്യത്തെ ഇഷ്ടപ്പെടുക, അല്ലാഹു തആലക്ക് വേണ്ടി ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുക, ഈമാനിന്റെ ഏറ്റവും ശക്തമായ ബന്ധം, ശക്തമായ കെട്ടാണത്. വൽ മഹബ്ബത്തു ലില്ലാഹ് ഹിയ അൻ തുഹിബ്ബ ഹാദാ ഷൈ ലിഅന്ന അല്ലാഹ യുഹിബ്ബുഹു. ഒരു കാര്യത്തെ നീ ഇഷ്ടപ്പെടുകയാണ്, കാരണം എന്താണ്? അല്ലാഹു തആല ആ കാര്യത്തെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നീ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുകയാണ്, കാരണം അല്ലാഹു തആല ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് അല്ലാഹു തആലക്ക് വേണ്ടിയുള്ള മഹബ്ബത്ത്. സവാഅൻ കാന ശഖ്സൻ ഔ അമലൻ, അതൊരു വ്യക്തിയാകട്ടെ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാകട്ടെ. ഒരു വ്യക്തിയെ നീ ഇഷ്ടപ്പെടുന്നു, അതുപോലെ ഒരു അമലിനെ നീ ഇഷ്ടപ്പെടുന്നു, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അമലിനെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു. വഹാദ മിൻ തമാമി തൗഹീദ്, തൗഹീദിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണത്. അല്ലാഹു തആലക്ക് വേണ്ടി നീ ഒന്നിനെ ഇഷ്ടപ്പെടുക, അതാണ് മഹബ്ബത്തിന് ഒരു ഇനം. രണ്ടാമത്തത് അൽ മഹബ്ബ അത്തബീഇയ്യ, അൽ മഹബ്ബ അത്തബീഇയ്യ, തബീഇയായിക്കൊണ്ട്, അത് സാധാരണ നിലയ്ക്ക് മനുഷ്യരിൽ ഉണ്ടാകുന്ന മഹബ്ബത്ത്. അത് പ്രത്യേകിച്ച് അല്ലാഹു തആലയോടുള്ള മഹബ്ബത്തിൽ യാതൊരു സ്വാധീനവും ഉണ്ടാക്കുന്നില്ല. അല്ലാഹു തആലയോടുള്ള മഹബ്ബത്തിനെ അത് നിഷേധിക്കുന്നുമില്ല. ഏതുപോലെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ ഇഷ്ടപ്പെടുക, ഭാര്യ ഭർത്താവിനെ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ മക്കളെ ഇഷ്ടപ്പെടുക, അത് അല്ലാഹു തആലയോടുള്ള മഹബ്ബത്തിനെ നിഷേധിക്കുന്നില്ല, അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കുന്നില്ല. കാരണം ഒരു മനുഷ്യനിൽ നിന്ന് തബീഇയായിക്കൊണ്ട് പ്രകൃതിയാ സംഭവിക്കുന്ന മഹബ്ബത്താണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ മൻ അഹബ്ബുൻ നാസി ഇലൈക, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത് ആയിഷ. മൂന്നാമത്തെ അസാലിഫ് അൽ മഹബ്ബ മഅല്ലാഹ്, അൽ മഹബ്ബത്തു മഅല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൂടെ മറ്റ് ഒന്നിനെയും ഇഷ്ടപ്പെടുക. അള്ളാഹുവിനെ എങ്ങനെ ഇഷ്ടപ്പെടുന്നോ അതേപോലെ മറ്റൊന്നിനെയും ഇഷ്ടപ്പെടുക. അതാണ് അല്ലാഹു തആലയുള്ള മഹബ്ബത്തിനെ നിഷേധിക്കുന്നത്. വഹിയൻ തകൂന മഹബ്ബ ഗൈറല്ലാഹി കമഹബ്ബത്തില്ലാഹ് ഔ അക്സർ മിൻ മഹബ്ബത്തില്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റൊന്നിനെയും സ്നേഹിക്കുക, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി മറ്റൊന്നിനെ സ്നേഹിക്കുക. അതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ശിർക്കിലേക്ക് എത്തുന്ന സംഗതി. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹുവിന് പുറമെ സമന്മാരാക്കിയതിനെ അവർ സ്നേഹിച്ചു. എങ്ങനെയാണ് അവർ അള്ളാഹുവിന് പുറമെ അവരെ മറ്റുള്ളവരെ സമന്മാരാക്കിയത്? ഈ പറയുന്ന സ്നേഹത്തിലൂടെയാണ്. ആരാണോ അള്ളാഹു തആലയെ സ്നേഹിക്കുന്നത് പോലെ മറ്റെന്തിനെങ്കിലും സ്നേഹിച്ചത്, അവൻ അതിനെ അള്ളാഹുവിന് പുറമെ സമന്മാരാക്കി. قال رحمه الله وفي الصحيح عن النبي صلى الله عليه وسلم أنه قال. എന്താണ് അവിടെ സഹീഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം? അസ്സഹീഹ് വഫി സഹീഹ്, യഥാർത്ഥത്തിൽ അസ്സഹീഹ് എന്ന് മാത്രം പറഞ്ഞാൽ സഹീഹുൽ ബുഖാരിയാണ് ഉദ്ദേശം. പക്ഷെ ഇവിടെ ഇത് ഷെയ്ഖിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള ഒരു തക്സീറാണ്. ഇവിടെ സഹീഹ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹീഹുൽ മുസ്ലിമാണ്, സഹീഹ് മുസ്ലിമാണ്. أراد بالصحيح صحيح مسلم، وهذا يعتبر تقصير من المؤلف رحمه الله. فقال بعض أهل العلم لو قال المؤلف وفي صحيح مسلم أفضل، وهذا صحيح مسلم وفي صحيح مسلم وفي صحيح مسلم എന്ന് പറയുകയാണെങ്കിൽ അതായിരുന്നു അഫ്ദൽ. لأن الكلمة الصحيح أي معنى صحيح البخاري. അസ്സഹീഹ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം ശരിക്കും എന്താണ്? സഹീഹുൽ ബുഖാരിയാണ് ഉദ്ദേശം. അൽ മുറാദു ബിഹി സഹീഹുൽ ബുഖാരി. ലൗ ഖാല ഫി സഹീഹൈൻ, ഫി സഹീഹൈൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഫി സഹീഹുൽ ബുഖാരി വഫി സഹീഹ് മുസ്ലിം. ഇനി ഈ രണ്ട് സഹീഹിലുമല്ലാതെ വന്നിട്ടുള്ള ഹദീസാണെങ്കിൽ എന്തു പറയും? ഖാല ഹദീസുൻ സഹീഹ്, ഹദീസുൻ സഹീഹ്, അല്ലെങ്കിൽ വഫിൽ ഹദീസി സഹീഹ്, വഫിൽ ഹദീസി സഹീഹ്.
فإذا أراد صحيح مسلم يقيد وفي صحيح مسلم. ഇപ്പോൾ സ്വഹീഹ് മുസ്ലിമിലാണ് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ത് പറയണം? സ്വഹീഹ് മുസ്ലിം എന്ന് തന്നെ പറയണം. നേരെ മറിച്ച് സ്വഹീഹ് ബുഖാരി ആണെങ്കിൽ എന്തുമാത്രം പറഞ്ഞാൽ മതിയാവുന്നതാണ്? അസ്സഹീഹ് എന്ന് പറഞ്ഞാൽ മതിയാവുന്നതാണ്. طيب وفي الصحيح عن النبي صلى الله عليه وسلم والحديث طارق بن أشيم الأشجعي، طارق بن أشيم الأشجعي، حديث طارق بن أشيم الأشجعي رضي الله عنه قال عن النبي صلى الله عليه وسلم أنه قال من قال لا إله إلا الله وكفر بما يعبد من دون الله حرم ماله ودمه وحسابه على الله. من قال لا إله إلا الله ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്? വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്നതിനെ അവൻ അവിശ്വസിക്കുകയും ചെയ്തു എങ്കിൽ ഹറമ മാലുഹു വദമുഹു, അവന്റെ സമ്പത്തും അവന്റെ രക്തവും പവിത്രമായി. വഹിസാബുഹു അലല്ലാഹ്, അവന്റെ ഹിസാബ്, അവന്റെ കണക്ക് നോക്കൽ അള്ളാഹുവിന്റെ അടുക്കലാണ്. അത് അള്ളാഹുവിന്റെ ബാധ്യതയാണ്. ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറാദ ബിഹാദൽ ഹദീസ് ബാബൻ മിൻ അബ്വാബി തൗഹീദ് വഹുവൽ കുഫ്റു ബിമാ യുഅബദ് മിൻ ദൂനില്ലാഹ്. അൽ കുഫ്റു ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹു തആലക്ക് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്നതിൽ അവിശ്വസിക്കുക എന്ന് പറയുന്ന ബാബാണ് ഇതുകൊണ്ട് ഉദ്ദേശം. അൽ കുഫ്റു ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആലയെ ഏകനാക്കുന്നു, തൗഹീദും ശിർക്കും അവൻ മനസ്സിലാക്കുന്നു. നേരെ മറിച്ച് അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്നതിൽ നിന്നോ അതിന്റെ അഹ്ലുകാരിൽ നിന്നോ അവൻ ബറാഅത്ത് പ്രഖ്യാപിക്കുന്നില്ല എങ്കിൽ മതിയാകുന്നതല്ല. ഫലാ ബുദ്ദ മിനൽ കുഫ്റാൻ ബിമാ സിവല്ലാഹ് മിനൽ ആലിഹ, അല്ലാഹു തആല അല്ലാത്ത മറ്റെല്ലാ ഇലാഹുകളിൽ നിന്നും അവൻ അവിശ്വസിക്കേണ്ടതാണ്. അതാണ് അൽ കുഫ്റു ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹു തആലയ്ക്ക് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എല്ലാത്തിനെയും അവിശ്വസിക്കുക. ഇത് ഉലമാക്കൾ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 8ാമത്തെ ഷർത്തായിക്കൊണ്ട് വെച്ചിട്ടുള്ളതാണ്. വസീദ സാമിനുഹൽ കുഫ്റാനു മിൻക ബിമാ സിവൽ ഇലാഹി മിനൽ അഷ്യാഇ ഖദ് ഉലിഹ, വസീദ സാമിനുഹൽ കുഫ്റാനു മിൻക ബിമാ സിവൽ ഇലാഹി മിനൽ അഷ്യാഇ ഖദ് ഉലിഹ വഹാദാ മിൻ ശുറൂത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശുറൂത്തിൽപ്പെട്ടതാണ് അൽ കുഫ്റു ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്. ഒരു വ്യക്തി തൗഹീദ് മനസ്സിലാക്കി, അല്ലാഹു തആലയെ ഏകനാക്കി, ശിർക്ക് എന്താണെന്ന് മനസ്സിലാക്കി, ശിർക്കിന്റെ അഹ്ലുകാരിൽ നിന്ന് ബറാഅത്ത് പ്രഖ്യാപിച്ചു, ശിർക്കിൽ നിന്ന് ബറാഅത്ത് പ്രഖ്യാപിച്ചു. അത് മാത്രം പോരാ, അല്ലാഹു തആലയ്ക്ക് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എല്ലാത്തിനെയും അവൻ അവിശ്വസിക്കേണ്ടതാണ്. അതെല്ലാം ബാത്തിലാണെന്ന് അവൻ വിശ്വസിക്കേണ്ടതാണ്. വശറഹ ഹാദിഹി തർജമ മാ ബഅദഹാ മിനൽ അബ്വാബ്, അതായത് ഈ പറയപ്പെട്ട തർജമ ഇതെല്ലാം അബ്വാബുകളായിക്കൊണ്ട് ബാബായിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അപ്പൊ ഈ ആയത്ത് കൊണ്ട് ശൈഖ് റഹിമഹുല്ലാഹ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ്? ഒന്നാമത്തത് ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖറബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ. മാദാ അറാദ ബിഹാദിൽ ആയ? അറാദ അശ്ശിർക്ക് ഫി ദുആ, ദുആയിലുള്ള ശിർക്കിനെ സംബന്ധിച്ച് അതാണ് ഇവിടെ ഉദ്ദേശം. ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അറാദ അശ്ശിർക്ക് ഫി ദുആ. الآية الثانية രണ്ടാമത്തെ ആയത്ത് وإذ قال إبراهيم لأبيه وقومه إنني براء مما تعبدون إلا الذي فطرني فإنه سيهدين. البراءة എന്താണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? البراءة من الشرك وأهله, البراءة من الشرك وأهله. وأراد بالآية الثالثة اتخذوا أحبارهم ورهبانهم أربابا من دون الله. ألا يتخذ الأحبار والرهبان والعلماء والأمراء أربابا من دون الله أي محللين ومحرمين من دون الله. ഉലമാക്കളെയും ഉമറാക്കളെയും അതുപോലെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും
ഹലാലിനെ ഹറാമാക്കുന്ന കാര്യത്തിലും ഹറാമിനെ ഹലാലാക്കുന്ന കാര്യത്തിലും അല്ലാഹു തആലക്ക് പുറമെ എന്ത് ചെയ്യാൻ പാടില്ല? റബ്ബുകളായിക്കൊണ്ട് സ്വീകരിക്കാൻ പാടില്ല. അതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله. ماذا أراد بهذه الآية؟ شرك المحبة. محبتنا شركان ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. وأراد بهذا الحديث الكفر بما سوى الله. അല്ലാഹു അല്ലാത്ത ഇലാഹുകളെ അവിശ്വസിക്കുക എന്നുള്ളതാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്. അതാണ് അതിൽ ഷാഹിദായിട്ടുള്ളത്. വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്നതിൽ അവിശ്വസിക്കുക. طيب لا سبحانك وبحمدك اشهد ان لا اله الا انت استغفرك. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. ما بعد. قال شيخ الإسلام محمد بن عبد الوهاب رحمه الله